ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മാത്സിൽ മുൻകാല PSCയിൽ ചോദിച്ചിട്ടുള്ള 5 ക്വസ്റ്റ്യൻസ് അവയുടെ ആൻസേഴ്സുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന പോലെ തന്നെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം ഇവ നന്നായിട്ട് അറിഞ്ഞു പഠിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റുകളാണ്. ബാക്കിയുള്ള സബ്ജക്റ്റുകൾ നമ്മൾ ഒരുപാട് വായിച്ചാൽ മാത്രമേ നമുക്ക് അവയിൽ സ്കോർ ചെയ്യാൻ കഴിയുകയുള്ളൂ. അതേസമയം ഈ 3 സബ്ജക്റ്റുകൾ ഒരു പാറ്റേണിൽ മാത്രമേ അവർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ 3 സബ്ജക്റ്റുകളിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2.7 into 2.7 into 2.7 plus 2.3 into 2.3 into 2.3 divided by 2.7 square minus 2.7 into 2.3 പ്ലസ് 2.3 സ്ക്വയറിന്റെ വില എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം ഈ 2.7 into 2.7 into 2.7 നമ്മൾ എന്ത് എഴുതാം? 2.7 ക്യൂബ് എന്ന് എഴുതിക്കൂടെ? എഴുതാലോ. പ്ലസ് 2.3ന്റെ മൂന്ന് തവണ കൊടുക്കുന്നതിന് നമ്മൾ എന്ത് എഴുതാം? 2.3 ക്യൂബ് എന്ന് എഴുതാം. പിന്നെ താഴെയുള്ളത് അത് നമ്മൾ അങ്ങനെ തന്നെ എഴുതുകയാണ്. 2.7 സ്ക്വയർ മൈനസ് 2.7 into 2.3 പ്ലസ് 2.3 സ്ക്വയർ 2.3 സ്ക്വയർ. അപ്പൊ നമ്മളിത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് നോക്കുമ്പോൾ തന്നെ ഈ പാറ്റേൺ എങ്ങനെയുള്ളതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ എക്ക് നമ്മൾ 2.7 എന്നുള്ള വാല്യൂ ഇടാണ്, ബിക്ക് നമ്മൾ 2.3 എന്നുള്ള വാല്യൂ ഇടാണ്. അപ്പോൾ ഈ ഇക്വേഷന് എയുടെയും ബിയുടെയും രൂപത്തിൽ നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുക? 2.7. അപ്പോൾ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നുള്ള ഫോർമാറ്റിലാണ്. അപ്പൊ നമുക്കറിയണം എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് എന്താണ്? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഇസ് ഈക്വൽ ടു എ പ്ലസ് ബി ഇൻറ്റു എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നും, അതുപോലെ തന്നെ എ ക്യൂബ് മൈനസ് ബി ക്യൂബ് എന്ന് പറയുന്നത് എന്താണ്? എ മൈനസ് ബി ഇൻറ്റു എ സ്ക്വയർ പ്ലസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്നും നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇത് നമ്മൾ കമ്പയർ ചെയ്യണം. ഇത് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്തറിയാം? എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ ഇസ് ഈക്വൽ ടു എന്താവും? എ പ്ലസ് ബി ആവും. അതായത് ഈ ഇക്വേഷനില് ഈ ഒരു പാർട്ട് ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ ഇതെന്താവും? ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, അവിടെ പോയിട്ട് ഡിവിഷൻ ആവും. അപ്പൊ എ ക്യൂബ് പ്ലസ് ബി ക്യൂബ് ഡിവൈഡഡ് ബൈ എ സ്ക്വയർ മൈനസ് എ ബി പ്ലസ് ബി സ്ക്വയർ എന്ന് പറയുന്നത് എന്താവും? എ പ്ലസ് ബി എന്നാവും. അപ്പൊ ഇതുമാതിരി ചെയ്യുന്ന സ്ഥലത്ത് നമുക്ക് ഇവിടെ എന്തായിരിക്കും ആൻസർ വരിക? ഇവിടെ നമുക്ക് എ പ്ലസ് ബി എന്ന് വരും. ഇവിടെ എത്രയാണ്? എ 2.7, ബി എത്രയാണ്? 2.3. അപ്പൊ എത്ര വരിക? 5 എന്നുള്ള ആൻസർ വരും. ക്ലിയർ ആണല്ലോ. ഇനി ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മുടെ സാധാരണ ചോദിക്കുക, ഇത്തിരിയും കൂടി ടഫ് ആയിട്ടാണ് സാധാരണ ചോദിക്കുക. ഇതിപ്പോ നമുക്ക് നേരെ നോക്കിയാൽ തന്നെ അറിയാം 2.7 3 തവണ കൊണ്ട് ഗുണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 2.7 ക്യൂബാണ്. അതുപോലെ 2.3നെ 3 തവണ ഗുണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് 2.3 ക്യൂബ് എന്നൊക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷെ സാധാരണ ഇതിനേക്കാൾ കുറച്ച് ടഫ് ആയിട്ട് അവർ ചോദിക്കുള്ളൂ. അപ്പൊ നമുക്ക് തരാണ് 1000 പ്ലസ് 27 ഡിവൈഡഡ് ബൈ 100 മൈനസ് 30 പ്ലസ് 9 ഇങ്ങനെ ഒന്ന് തരാന്ന് വയ്ക്കാം. അപ്പൊ ഇങ്ങനെ ഒരെണ്ണം തരാന്ന് വെച്ചാൽ നമ്മൾ ഇതിനെ സോൾവ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാക്കണം ഇത് എങ്ങനെയുള്ള പാറ്റേൺ ആണ് എന്ന് മനസ്സിലാക്കണം. അപ്പൊ 1000 പറയുന്നത് എന്തിന്റെയാണ്? 10 ക്യൂബ് ആണ്. 1000ന് 10 ക്യൂബ് എഴുതാം. 27 ഇതിന്റെയാണ്. 27 3 ക്യൂബ് ആണ്. ഡിവൈഡ് ബൈ എന്താ? 10 സ്ക്വയർ ആണ് 100 മൈനസ് എ ബി എത്രയാണ്? 3 into 10 എഴുതിക്കൂടെ? 30ന് 3 into 10 എഴുതിക്കൂടെ? പ്ലസ് 3 സ്ക്വയർ. ഇങ്ങനെ നമുക്ക് ചോദിക്കാം. അതായത് ഇങ്ങനെ വാല്യൂസ് ഡയറക്റ്റ് ആയിട്ട് തന്നിട്ട് നമുക്ക് മനസ്സിലാക്കണം ഇത് എന്ന് പറയുന്നത് 10ന്റെ ക്യൂബാണ്, ഇവിടെ എന്ന് പറയുന്നത് 27 എന്ന് പറയുന്നത് 3ന്റെ ക്യൂബാണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ നമ്മളൊരു 15 വരെയുള്ള സ്ക്വയറുകളുടെ ഇതും 15 അല്ല 25 വരെയുള്ള സ്ക്വയറുകൾ പെട്ടെന്ന് നമുക്ക് മനസ്സിൽ വരണം. അതുപോലെ തന്നെ ഒരു 10 വരെയുള്ളതിന്റെ ക്യൂബുകൾ നമ്മൾ എന്തായാലും കാണാണ്ട് പഠിക്കണം. നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാകണം അതിന്റെ ക്യൂബിന്റെ വാല്യൂ ആണ് അവിടെ ഇട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ സ്ക്വയറിന്റെ വാല്യൂ ആണ് ഇട്ടിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കണം. ഇങ്ങനെയാണ് സാധാരണ ചോദിക്കുക. നമ്മൾ സാധാരണ ചോദിക്കുന്ന ഒരു പാറ്റേൺ ആണ് പറയുന്നത്. ശരിക്കും കുറച്ചും കൂടി കട്ടിയാക്കണം വെച്ചാൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. അപ്പൊ നമുക്ക് അറിയാത്തവരൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഇങ്ങനെ കണ്ടുപിടിക്കാൻ നോക്കും. 127 ഡിവൈഡഡ് ബൈ 100 മൈനസ് 30 70 പ്ലസ് 9 79. ഇത് നമുക്ക് ഹരിക്കണം വെച്ചാൽ നല്ല പണിയുണ്ട്. അപ്പോൾ ഇത് ഹരിക്കണം വെച്ചാൽ ഒരുപാട് സമയമൊക്കെ എടുക്കും. അങ്ങനെ
നമ്മുടെ എക്സാമിന്റെ സമയം വളരെ കൺസ്യൂം ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഈ കൺസ്യൂം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിതെല്ലാം കാണാണ്ട് പഠിച്ചാലേ പറ്റുകയുള്ളൂ. പിന്നെ ഇതിൽ തന്നെ ഒരു പാറ്റേൺ ചോദിക്കാവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെയൊക്കെ തരും, ഇവിടെ നമുക്ക് മനസ്സിലാവില്ല. അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കറക്റ്റ് ആയിട്ട് അവർ ആൻസർ തരും. അതായത് ഇപ്പൊ ഞാൻ പറയാന്ന് വെച്ചാൽ നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമ്മൾ നോക്കണം. ഈ ക്വസ്റ്റ്യൻ നോക്കണം. അപ്പോൾ അവർ ആദ്യം തരും 1027 എന്ന് തരും. അതിനുശേഷം 100 മൈനസ് 3 × 10 പ്ലസ് 9 എന്ന് തരും. അപ്പൊ ഇവിടെ ഇത് തന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കണം അതെന്താണ്. അത് എന്ന് പറയുന്നത് ഈ ഒരു ഇക്വേഷൻ അറിയുന്നവർക്ക് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കി നമ്മളത് കണ്ടുപിടിക്കണം. ഇനി സപ്പോസ് നമുക്ക് ഈ ഒരു ഇക്വേഷൻ അറിയില്ല, നമുക്ക് ഈ ഒരു ഇക്വേഷൻ മറന്നുപോയി. അപ്പൊ ഇതിൽ നമ്മൾ പഠിച്ചാൽ മാത്രമേ നടക്കുകയുള്ളൂ. പക്ഷെ അതേസമയം ഇങ്ങനെയുള്ള ഒരു ഇക്വേഷൻ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാം. എന്ത് ചെയ്യും? 1027 ഡിവൈഡഡ് ബൈ എന്ത് ചെയ്യും? 79 എന്ന് കണ്ടുപിടിക്കും. അപ്പൊ 1027 ഡിവൈഡഡ് ബൈ 79 ചെയ്യുന്ന സമയത്ത് നമുക്ക് അപ്രോക്സിമേറ്റ് ആയിട്ട് കറക്റ്റായി വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. അത് പറഞ്ഞോളൂ. ഇങ്ങനെയുണ്ട് ഒരു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. രണ്ട് സംഖ്യകളുടെ തുക 47, അവയുടെ വ്യത്യാസം 43. എന്നാൽ ഈ സംഖ്യകളുടെ ഗുണനഫലം എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് സംഖ്യകളുടെ തുക എന്ന് പറയുമ്പോൾ നമുക്ക് ആ സംഖ്യകൾ എന്ന് പറയുന്നത് എയും ബിയും ആയിട്ട് എടുക്കാം. അപ്പൊ സംഖ്യകളുടെ തുക അതായത് എ പ്ലസ് ബി എന്ന് പറയുന്നത് 47 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ അവയുടെ വ്യത്യാസം എ മൈനസ് ബി എന്ന് പറയുന്നത് 43 ആയിട്ടും തന്നിട്ടുണ്ട്. അപ്പൊ ഇവ തമ്മിൽ കൂട്ടുകയാണ് വയ്ക്കുക. ഈ ഒന്നാമത്തെ ഇക്വേഷനും രണ്ടാമത്തെ ഇക്വേഷനും കൂട്ടുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? എ പ്ലസ് ബി പ്ലസ് എ മൈനസ് ബി. അപ്പൊ എന്താ? എ പ്ലസ് എ 2a ആവും. ഇവിടെ എന്താ? ഇതും പോയിട്ട് 2a = 47 പ്ലസ് 43 90 ആവും. അതിന്റെ അർത്ഥം എ എന്ന് പറയുന്നത് എത്രയാണ്? 45 എന്ന് കിട്ടും. ഈ എ എന്നുള്ള 45 നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ ഇട്ടാൽ എന്താവും? 45 പ്ലസ് ബി = 47 എന്ന് കിട്ടും. അതിൽ നിന്ന് ബി എത്രയാണ്? 2 എന്ന് കിട്ടും. അപ്പൊ എ × ബി ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിരിക്കുന്നത്. രണ്ട് സംഖ്യകളുടെ ഗുണനഫലമാണ് കാണാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എ × ബി എത്രയാണ്? 45 × 2 = 90 എന്ന് നമുക്ക് കിട്ടും. ഈസി ആണല്ലോ. ഇന്നത്തെ മൊത്തം ക്വസ്റ്റ്യൻസുകളെല്ലാം ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ 1 × 1 - 2 × 1 - 1/3 × 1 - 1/4 × 1 - 1/5 വില എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ 1 - 1/2 അത് എന്ന് പറയുമ്പോൾ എത്രയാണ്? ഒരാപ്പിളിന് 2 ഡിവൈഡ് ചെയ്യുന്നു. അതില് എന്ത് ചെയ്തു? ആ ഒരു പോർഷൻ ഒന്നിൽ നിന്നും എടുത്തു കളഞ്ഞു. ഈ ഒന്നിൽ നിന്നും എന്ത് ചെയ്തു? 1നെ 2 ഡിവൈഡ് ചെയ്ത് ഒരു പോർഷൻ കളഞ്ഞു. അപ്പൊ ബാക്കി എത്ര ഉണ്ടാവുക? ആരെയാണ് ഉണ്ടാവുക? 1 - 1/2 എന്ന് പറയുന്നത് ഹാഫ് ആണ്. ഇനി 1 - 1/3 അത് എത്രയാണ്? നമുക്ക് ഒരു ആപ്പിൾ ഉണ്ട്, അതിന്റെ 3 ഉണ്ടായിരുന്നു. ഈ 3 പോർഷൻ എന്ത് ചെയ്തു? ഇതിലെ 3 പോർഷനാക്കി കട്ട് ചെയ്തതില് ഒരു പോർഷൻ കളഞ്ഞു. ഒന്നിൽ നിന്ന് ആ ഒരു ആപ്പിളിൽ നിന്ന് 1/3 പോർഷൻ നമ്മൾ എടുത്തു കളഞ്ഞു. അപ്പൊ ബാക്കി എത്രയുണ്ട്? 2 പോർഷൻ ഉണ്ട്. എത്ര ആയിട്ട് ഡിവൈഡ് ചെയ്തതില്? 3 ആയിട്ട് ഡിവൈഡ് ചെയ്തതില് 2/3. ഇനി 1 - 1/4 എന്ന് പറയുന്നത് എത്രയാണ്? അത് നമുക്കറിയാം 3/4 ആണ്. എങ്ങനെ കിട്ടി? ഇതേപോലെ തന്നെ നമ്മൾ ഒരു ആപ്പിളിനെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പൊ 4 ആയിട്ട് ഡിവൈഡ് ചെയ്ത് അപ്പൊ ഈ ഒരു ആപ്പിളിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തു. അതിൽ ഒരു പോർഷൻ എന്ത് ചെയ്തു? കുറവാക്കി. ഈ ഒരു ആപ്പിളിൽ നിന്നും 1/4 4 1 ഡിവൈഡ് ചെയ്ത പോർഷൻ കട്ട് ചെയ്തു. ബാക്കി എത്ര ഉണ്ട്? 3 ഉണ്ട്. എത്ര എണ്ണത്തില്? 4 പോർഷൻ ഉണ്ട്. 4 പോർഷനായി കട്ട് ചെയ്തതിൽ 3 പാർട്ടുണ്ട്. എല്ലാ ആഴ്ചയും എങ്ങനെ ചെയ്യണം? 1 - 1/4. അപ്പൊ 1 - 1/4 നമുക്ക് 1നെ എന്ത് എഴുതാം? 4/4 എന്ന് എഴുതിക്കൂടെ? 1/4നെയോ 1/4. അപ്പൊ ഛേദം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ഒരേപോലെ ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ന്യൂമിനേറ്റർ അങ്ങനെ കുറച്ചിട്ട് ഡിനോമിനേറ്റർ മാത്രം എഴുതുക. അപ്പൊ 4 - 1/4 അതായത് 3/4 എന്ന് കിട്ടും. ഇതേപോലെ തന്നെ 1 - 1/5 ചെയ്യുമ്പോൾ എത്ര വരും? 1 - 1/5 ചെയ്യുമ്പോൾ 4/5 കിട്ടും. അപ്പൊ നമ്മൾ നേരെ ഇക്വേഷനിലേക്ക് ഇടുകയാണ്. അപ്പൊ എന്താ വരിക? 1 - 1/2 പറയുന്നത് 1/2 എന്ന് കിട്ടി. 1 - 1/3 എന്ന് പറയുന്നത് 2/3 എന്ന് കിട്ടി. 1 - 1/4 എന്ന് പറയുന്നത് 3/4 എന്ന് കിട്ടി. അടുത്തത് 1 - 1/5 എന്ന് പറയുന്നത് 4/5 എന്ന് കിട്ടി. ഈ 4ഉം ഈ 4ഉം 3യും പോവും, 2ഉം പോവും. ബാക്കി അവശേഷിക്കുക എന്താണ്? 1/5 ആണ് അവശേഷിക്കുക. ആൻസർ ബി ആണ് വരുന്നത്.
ഇനി 1 - 1/5 4/5 എന്ന് നമുക്ക് കിട്ടി. ഇത് നമുക്ക് ഒന്നും കൂടി നോക്കണമെന്ന് വെച്ചാൽ ഈ 1 - 1/5 1 1/5 ആ പാർട്ട് കമ്മിയാക്കി നമുക്ക് എന്താ വരിക 4/5 പാർട്ടാണ് കിട്ടുക. എല്ലാം വെച്ചാൽ 1 - 1/5 എന്ത് ചെയ്യാം 1 × 5 - 1 / 5 നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ 5 - 1 എന്താവും 4 ആവും. 4/5 എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനെയാണ് ഇത് സോൾവ് ചെയ്യേണ്ടത്. ഈസി ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒരു ക്ലാസ്സിലെ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം 3:2 ആണ്. ആൺകുട്ടികളുടെ എണ്ണം 24 ആയാൽ പെൺകുട്ടികളുടെ എണ്ണം എത്ര? ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ റേഷ്യോ ഓൾറെഡി തന്നിട്ടുണ്ട്. എന്താണ് 3:2 എന്ന് തന്നിട്ടുണ്ട്. ആൺകുട്ടികളുടെ എണ്ണം 24 ആണ്. അതായത് 3 റേഷ്യോ എന്ന് പറയുന്നത് 24 ആണ്. അപ്പൊ 2 റേഷ്യോ എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം 24 3 റേഷ്യോ എന്ന് പറയുന്നത് 24 ആവുന്ന സമയത്ത് ഒരു റേഷ്യോ എന്ന് പറയുന്നത് എന്താവും 24/3 ആവും. അതായത് എത്ര വരും 8 ആയിട്ട് വരും. ഇനി അതിന്റെ 2 റേഷ്യോ എന്ന് പറയുന്നത് എന്താണ് 8 × 2 16 വരും. അപ്പൊ ഇവിടെ എത്രയാണ് ആൻസർ സി 16 ആണ് ആൻസർ. ഇനി ടോട്ടൽ കുട്ടികളുടെ എണ്ണം എത്രയാണ്? ടോട്ടൽ കുട്ടികളുടെ എണ്ണം 24 + 16 40 ആയിട്ടാണ് വരിക. എല്ലാ ആഴ്ച എന്ത് ചെയ്യണം നമുക്ക് ഒരു അംശം കിട്ടി 8 എന്ന് കിട്ടി. ഇനി ടോട്ടൽ റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. അതായത് 3 + 2 5 പോർഷനാണ് എന്തുള്ളത് ക്ലാസ്സിലുള്ള മൊത്തം കുട്ടികളുടെ എണ്ണം. അപ്പൊ 8 × 5 40 അങ്ങനെയും നമുക്ക് കണ്ടുപിടിക്കാം. ഇനി സാധാരണ ക്വസ്റ്റ്യൻ ചോദിക്കുക എങ്ങനെയാണെന്ന് അറിയാമോ? ഒരു ക്ലാസ്സിലെ മൊത്തം കുട്ടികളുടെ എണ്ണം 40. അവർ തമ്മിലുള്ള റേഷ്യോ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും തമ്മിലുള്ള റേഷ്യോ 3:2 ആണ് എന്ന് വെച്ചാൽ ആൺകുട്ടികളുടെ എണ്ണം എത്ര എന്ന് ചോദിക്കാം. അപ്പൊ ടോട്ടൽ കുട്ടികളുടെ എണ്ണം തന്നിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ടോട്ടൽ കുട്ടികളുടെ എണ്ണം കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതായത് 40/3:2 റേഷ്യോ ഫുള്ളായിട്ട് എഴുതണം. അപ്പൊ 40/5 കിട്ടും. ഇൻറ്റു നമ്മൾ എന്തായാലും 3 മാത്രമാണ് കണ്ടുപിടിക്കണം. 3 എത്ര ആൾക്കാരുണ്ട് എന്നാണ് കണ്ടുപിടിക്കുന്നത്. 40/5 × 3 8 3 24 അങ്ങനെയാണ് സാധാരണ ക്വസ്റ്റ്യൻ വരാറുള്ളത്. അത് മനസ്സിലായല്ലോ. അപ്പൊ ടോട്ടൽ ആളുകളുടെ എണ്ണം തന്നിരുന്നാൽ നമ്മൾ ടോട്ടൽ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ടോട്ടൽ സമ്മിന്റെ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ നമുക്ക് ഒരു റേഷ്യോ കിട്ടും. അതേസമയം ആൺകുട്ടികളുടെ മാത്രമാണ് തന്നിരിക്കുന്നത് വെച്ചാൽ ആ റേഷ്യോ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു റേഷ്യോ കണ്ടുപിടിക്കണം. അതിന് കറസ്പോണ്ടൻസ് ആയിട്ട് പെൺകുട്ടികൾ എത്ര റേഷ്യോ ഉണ്ട് വെച്ചാൽ അത്രയും റേഷ്യോ കൊണ്ട് ഗുണിച്ചിട്ടാണ് നമ്മൾ പെൺകുട്ടികളുടെ എണ്ണം കാണേണ്ടത്. പിന്നെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. 240 16 2/3% എത്ര എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഇവിടെ 2 വിധത്തിൽ ചെയ്യാം. ഒന്നാമത്തത് ഈ 16 2/3% നമ്മൾ മിശ്ര ഭിന്നമാണ്. അത് സാധാ ഭിന്നാക്കുമ്പോൾ എത്ര വരും 16 2/3 നമുക്ക് എന്ത് എഴുതാം 16 + 2/3 എന്ന് എഴുതി കൂടെ. ഞാൻ പറയണ വെച്ചാൽ നമ്മൾ ആപ്പിൾ എടുക്കുകയാണ്. ആപ്പിൾ എന്താണ് സംഭവിക്കുന്നത് 16 ആപ്പിൾ പ്ലസ് 2/3 ആപ്പിളും കൂടി എക്സ്ട്രാ തരുന്നതാണ് നമ്മൾ ചെയ്യുന്നത്. 16 2/3 എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് 16 ആപ്പിളുണ്ട്. പിന്നെ എന്താണ് 2 ആപ്പിളിനെ 3 ഡിവൈഡ് ചെയ്താലുള്ള പോർഷനും കൂടി ഇതിൽ ആഡ് ചെയ്യണം. അപ്പൊ അതുകൊണ്ട് നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് എത്ര വരും 16 × 3 48 48 + 2 50 50/3 എന്നുള്ള ആൻസർ വരും. അപ്പൊ 240 50/3% കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. 50/3% കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക 240 × 50/3% ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ 240 50/3 എന്ന് പറയുമ്പോൾ എത്ര വരും 240 ÷ 6 വരും which is equal to 40 എന്ന് കിട്ടും. എല്ലാം വെച്ച് നമ്മൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ എന്ത് ചെയ്യാം 50/3% ആണ് എന്ന് മനസ്സിലാക്കി. അപ്പൊ 240 50% എന്ന് പറയുന്നത് എത്ര വരും 120 വരും. അതിന്റെ പകുതി വരും 50% എന്ന് പറയുന്നത്. അതിന്റെ 1/3 കൂടി കണ്ടുപിടിച്ചാൽ മതി. അതിന്റെ 1/3 എത്ര വരും 120/3 40. അങ്ങനെ നേരെ നോക്കിയിട്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ആൻസർ പറയാം. അങ്ങനെയാണ് 240 50% എന്ന് പറയുന്നത് 120 ആണ്. നമുക്ക് കണ്ട 50/3% ആണ്. അപ്പൊ ഈ 120 വീണ്ടും 3 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് 40 കിട്ടും. അതാണ് ആൻസർ എന്ന് പറയുന്നത്. അതൊരു മെത്തേഡ്. ഇനി നമുക്ക് അറിയേണ്ട ഒരു കാര്യം കൂടി ഉണ്ട്. A% of B is equal to B% of A. അത് നമ്മൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാൻ വെക്കാം. ഇതിന്റെ ഉദ്ദേശം എന്താണ് 240 16 2/3 അതായത് 50/3% എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു എന്താണ് 240% ഓഫ് 50/3 ആണ്.
അപ്പോൾ ഇത് ചെയ്യുമ്പോൾ എന്താണ് 240 പെർസെൻറ്റേജ് ഓഫ് 50/3. 50/3 240%. 50/3 200% എത്രയാണ്? 50/3 100% പറയുന്നത് 50/3. 50/3 200% എന്ന് പറയുന്നത് എന്താണ്? 50/3 ഇൻറ്റു 2 കൊണ്ട് ഗുണിച്ചാൽ മതി. അതായത് 100/3 വരും. നമ്മൾ എന്തൊക്കെ കണ്ടത്? നമുക്ക് 240% ആണ് കണ്ടത്. അപ്പോൾ നമ്മൾ 200% കണ്ടുപിടിച്ചു. ഇനി 40% കൂടി കണ്ടുപിടിക്കണം. അപ്പോൾ ഒരു 50/3 10% കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതിന് 10 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഈ ഒരു 0 കളഞ്ഞാൽ മതി. അപ്പോൾ 1% നമുക്ക് കിട്ടും. 5/3 കിട്ടി. ഇനി 40% കാണേണ്ടത് 10% 5/3. 40% കാണാൻ എന്ത് ചെയ്യണം? 4 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 5 ഇൻറ്റു 4/3 അതായത് 20/3 ചെയ്താൽ മതി. നമ്മൾ ഓൾറെഡി എന്ത് ചെയ്തു? 200% കണ്ടുപിടിച്ചിട്ടുണ്ട്. അതായത് 100/3 കണ്ടുപിടിച്ചിട്ടുണ്ട്. പ്ലസ് 40% എന്ന് പറയുന്നത് 20/3 ആണ്. അതായത് എത്ര വരും? 120/3 വരും. അതായത് 40 ആയിട്ടുള്ള ആൻസർ വരും. നമുക്ക് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.